ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന എക്സാമിന്റെ ആൻസർ കീ ആണ്. പ്രൊവിഷണൽ ആൻസർ കീ ആണ് കേട്ടോ. ടെക്നിക്കൽ സൂപ്രണ്ട് എഞ്ചിനീയറിംഗ് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് നടന്ന എക്സാം ആയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ആയിരുന്നു എക്സാം നടന്നിരുന്നത്. 19 ഫെബ്രുവരി രാവിലെയാണ് എക്സാം നടന്നത്. അപ്പോൾ ഇതിന്റെ പ്രൊവിഷണൽ കീ കേരള PSC പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്രൊവിഷണൽ കീയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ, ഏതെങ്കിലും ആൻസർ ഈ കീയിൽ തന്നിരിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് കംപ്ലൈൻറ്റ് കൊടുക്കണം. 5 ദിവസമാണ് കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള സമയമുള്ളൂ. ഈ കീ വന്നിട്ട് 5 ദിവസം. അപ്പോൾ ഇന്നേക്ക് 5 ദിവസത്തിനുള്ളിൽ എല്ലാവരും അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് ആൻസർ കീ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുക, വിത്ത് പ്രൂഫ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് കൊടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഓംസ് ലോ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു. ഓംസ് ലോ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഇതിലേതാണ്? സെമി കണ്ടക്ടേഴ്സ് അല്ലേ? ഓംസ് ലോ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു സെമി കണ്ടക്ടേഴ്സ്. 2 joule work is done in taking a charge of 20 coulomb from one point to the other at a distance of 0.2 meter. The potential difference between the points is, അതാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് ആൻസർ വന്നിരിക്കുന്നത് അല്ലേ? 1 × 10⁻⁻1 വോൾട്ട് എന്നാണ് അല്ലേ വരിക. അപ്പോൾ അത് എങ്ങനെയാണ് അത് വരുന്നത് നോക്കൂ. ഇപ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് വർക്ക് ബൈ ചാർജ് അല്ലേ? ദ വർക്ക് ഇൻ ബ്രിങ്ങിങ് എ ചാർജ് ഫ്രം 1 point to another, അതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ 2 joule ഉണ്ട്, 20 coulomb ആണ്. ഇപ്പോൾ 2/20 വരുമ്പോൾ ഇങ്ങനെയാണ് ആൻസർ വരിക. ഇവിടെ 0.2 meter എന്നുള്ളതിനത്ര അതിൻ്റെ അത് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ? The ratio of resistances of 100 watt and 40 watt bulbs of the same rated voltage. The ratio of the resistances of 100 watt and 40 watt bulbs എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആൻസർ 2.5 ആണ്. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, സെയിം വോൾട്ടേജ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് തമ്മിലുള്ള റേഷ്യോ 2.5. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ മറ്റൊരു വീഡിയോയിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇത് മൊത്തത്തിൽ ആൻസർ കീ നമ്മൾ വായിച്ചു പോവാം. A metal plate of thickness half the plate separation is introduced between the plates of parallel plate capacitor. Then the capacitance എന്ത് സംഭവിക്കും? അപ്പോൾ കപ്പാസിറ്ററിൻ്റെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയ്ക്കുള്ള സെപ്പറേഷൻ, അത് ഹാഫ് ദ പ്ലേറ്റ് സെപ്പറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഗെറ്റ്സ് ഡബിൾഡ് ആണ്. കപ്പാസിറ്റൻസ് ഗെറ്റ്സ് ഡബിൾഡ്. ε0 A/d എന്നാണ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. അപ്പോൾ d എന്ന് പറഞ്ഞാൽ താഴെയാണല്ലോ, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ d എന്ന ഡിസ്റ്റൻസ് കുറയുവാണെങ്കിൽ എന്തു ചെയ്യും? കൂടുവാണ് ചെയ്യുക കപ്പാസിറ്റൻസിന്റെ വാല്യൂ. The dissipation factor of a good dielectric is of the order of. Dissipation factor ഏത് ഓർഡറിലായിരിക്കും? 0.0002. ഓപ്ഷൻ എ ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. The magnetic susceptibility means the negative form. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആകുന്നത് ആർക്കാണ്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിനാണ്. അടുത്തത്, എ 3-phase ഡെൽറ്റ കണക്റ്റഡ് സിമെട്രിക്കൽ ലോഡ് കൺസ്യൂംസ് P watts of power from a balanced supply. If the same load is connected in star to the same supply, then what is the power consumption? എത്രയായിരിക്കും പവർ കൺസപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. പി തന്നെയാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ കീ നിങ്ങൾക്ക് അതിൻ്റെ കോഡ്സ് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF അതുപോലെ ആൻസർ കീയുടെ PDF ആയിട്ട് താഴെ ലിങ്ക് കൊടുക്കാം. ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് PSCയുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. The core of an iron core coil is replaced by air. The inductance of the coil will decrease. The potential difference across the resistance, inductance and capacitance are 80 volt, 40 volt and 100 volt respectively in a LCR circuit. The power factor of the circuit is. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയൊക്കെയാണ്? പവർ ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഗിവൺ ആസ് ഓപ്ഷൻ ഡി 0.8. ഫോം ഫാക്ടർ ഫോർ എ ഹാഫ് റെക്ടിഫൈഡ് സൈൻ വേവ്. ഫോം ഫാക്ടർ ഫോർ എ ഹാഫ് റെക്ടിഫൈഡ് സൈൻ വേവ് എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 1.57 ആണ്. ദ പവർ മെഷർമെന്റ് ഇൻ ആൻ അൺബാലൻസ്ഡ് 3-phase സർക്യൂട്ട് കനോട്ട് ബി ഡൺ ബൈ.
Power measurement in an unbalanced that cannot be done by single wattmeter method because balanced മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. An instrument capable of measuring only DC quantities measure ചെയ്യുന്നതാണ് മൂവിങ് കോയിൽ ടൈപ്പ്. Kelvin double bridge is the best suited for the measurement of ഏതാണ് ലോ റെസിസ്റ്റൻസ് ആണ് അല്ലെ കെൽവിൻ ഡബിൾസ് ബ്രിഡ്ജ്. ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെങ്കാനിൻ ആണ്. Then creeping in energy meter can be eliminated by creeping of the energy meter അത് eliminate ചെയ്യുന്നത് എങ്ങനെയാണ് by drilling diametrically opposite holes in the disc. Okay, ഓപ്ഷൻ ബി ആണ്. The value of load factor എന്ന് പറയുന്നത് always എങ്ങനെയായിരിക്കും ലെസ് ദാൻ 1 ആയിരിക്കും ലോഡ് ഫാക്ടർ. ട്രാൻസ്പോസിഷൻ ഓഫ് ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ഡൺ ടു ട്രാൻസ്പോസിഷൻ എന്തുകൊണ്ടാണ് നടത്തുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ടു മേക്ക് ദ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ഈച്ച് ലൈൻ ദ സെയിം വോൾട്ടേജ് ഡ്രോപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ലൈനിലും. Ferranti effect can be reduced by how Ferranti effect can be reduced adding reactors. Which power plant is not suited to supply peak loads അതിന് സപ്ലൈ ചെയ്യാൻ suited അല്ലാത്ത പവർ പ്ലാന്റ് അത് ഏതാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. A conductor which connects the substation to the area where power is to be distributed ആ കണ്ടക്ടറിന് എന്നാണ് പറയുന്നത് ഫീഡർ. The area of cross section of the neutral conductor is dash as that of any line conductor. Area of cross section എങ്ങനെയായിരിക്കണം half of the line conductor ആയിരിക്കണം. Okay, 21C ആണ് ആൻസർ. The accurate method of load flow analysis is accurate method ഏതാണ് load flow analysis പല methods പഠിച്ചിട്ടുണ്ട്. അതിൽ accurate method is Newton-Raphson method. The power system is stable if the synchronizing power coefficient is positive. The surge impedance of a 60 km cable is 40 ohms. For a 30 km line it will be surge impedance അതിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 60 km കേബിളിന് 40 ohms ആണ്, 30 കിലോമീറ്ററിന് എത്രയാണെന്നാണ് and that is 40 ohms ആണ്. 40 ohms തന്നെയാണ്. The inertia constant H of a turbo generator of 200 MVA 6 ആണ്. Value of H corresponding to a base of 300 MVA and that will be 4 ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. അടുത്തതൊരു പ്രോബ്ലം തന്നെയാണ്. 6.9 kV transmission line is connected to a transformer having 1500 turns on the primary and 24 turns on the secondary. If the load across the secondary has an impedance of 5 ohm, then the secondary voltage is 110.4 ആണ് ആൻസർ. A 4-pole 250 kilowatt 750 volt DC generator has a lap winding on the armature. The current carried by the armature coil current ആണ് ചോദിച്ചിരിക്കുന്നത് 83.25 ampere. Next question, a DC shunt motor is used in ഏതാണ് shunt motor is always used in lathe ആണ് ആൻസർ. A 4-pole DC motor with the armature winding resistance of 0.5 ohm receives a supply of 220 volt. If the back EMF produced during running condition is 210 volt, the armature current എത്രയായിരിക്കും 20 ampere. The nominal speed of a 3-phase 12-pole induction motor is excited by a 60 Hz source at a full load slip of 6%. Nominal speed ആണ് കണ്ടുപിടിക്കേണ്ടത് and that is 564 rpm. The incorporation of synchronous condenser in the power system എന്തുകൊണ്ടാണ് incorporate ചെയ്യുന്നത് to improves the power system stability. If the input to the prime mover of an alternator is kept constant and the excitation is changed, then എന്താണ് സംഭവിക്കുന്നത് reactive component of the output is changed. An under-excited synchronous generator operates at leading power factor. A synchronous generator having E equal to 1 pu is feeding an infinite bus with voltage V is equal to 1 pu through a transfer reactance of 0.5. The steady state power limit is 2 pu. Option A ആണ് വരുന്നത്. The number of turns in the starting winding of a capacitor start motor as compared to that for a split phase motor.
സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഓഫ് എ കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറും സ്പ്ലിറ്റ് ഫേസ് മോട്ടറും അതിന് രണ്ടിൻ്റെ നമ്പർ ഓഫ് ടേൺസ് തമ്മിലുള്ള റിലേഷൻ ആണ്. കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറിന് വൈൻഡിങ്സ് കൂടുതലായിരിക്കും. ദ കറന്റ് ഗെയിൻ ഓഫ് എ കോമൺ ബേസ് configuration where IE equal to 5 milliampere, IC 4 milliampere and current gain എത്രയായിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്, and that will be 0.9. IC by IE ആണ് വരുന്നത്, കാരണം ഔട്ട്പുട്ട് കറന്റ് ബൈ ഇൻപുട്ട് കറന്റ്. In a UJT, P-type emitter is dash doped. P-type emitter is എന്ത് doped ആണ്, heavily doped ആണ്. And holding current of a thyristor is holding current of a thyristor and that is less than the latching current. Always latching current നേക്കാളും കുറവായിരിക്കും holding current. The structure of IGBT is PNPN structure connected by a MOS gate. Option C ആണ് ആൻസർ, PNPN. Controlling parameter in a MOSFET is MOSFETിലെ controlling parameter എന്ന് പറഞ്ഞാൽ IG ആണ്, ഗേറ്റ് കറന്റ് ആണ്. How many XOR gates are used in a 2-bit full adder circuit? 2-bit full adder circuitൽ 3 XOR ഗേറ്റുകളാണ് ഉള്ളത്. Which of the following circuits is used to convert multiple signals to a single output? Multiple signals single output ആക്കാൻ വേണ്ടിയിട്ടുള്ളത് ഏതൊക്കെയാണ്? മൾട്ടിപ്ലെക്സർ. Which of the following is an asynchronous circuit? Asynchronous circuit എന്ന് പറയുന്നത് ഏതാണ്? It is ഇതിൽ ലാച്ച് ആണ് asynchronous circuit ആയിട്ട് ഉള്ളത്. What is the binary coded decimal conversion or decimal 147? കൺവേർട്ട് ചെയ്യാം, ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, and that is option D ആണ്. 44ന്റെ ആൻസർ ഓപ്ഷൻ D ആണ് വരുന്നത്. Which of these gates are called universal gates? Universal gates എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? NAND ഗേറ്റും NOR ഗേറ്റും ഉണ്ട്. So both A and B എന്നതാണ് ഇവിടെ ആൻസർ. Which of the following gates give output as 1 for different inputs? Different inputs കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട്സ് വരുന്നത്, അതായത് ഡിഫറെൻറ്റ് ഇപ്പോൾ 1 and 0 കൊടുക്കുമ്പോൾ, അതായത് 0 and 1 കൊടുക്കുമ്പോൾ 1 വരുന്നത്, അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. And that is XOR gate ആണ്. And if A and B are given as input to a NAND gate, what is the output? A യും B യും NAND ഗേറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ output will be A dot B. A dot B അതിൻ്റെ നെഗേഷൻ ആയിരിക്കും, A dot B കോംപ്ലിമെൻ്റ് ആയിരിക്കും കിട്ടുക. Then convert BCD വാല്യൂ തന്നിട്ടുണ്ട്, അത് നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ B ആണ്. How many data select lines are required for selecting n inputs in a multiplexer? n inputs സെലക്ട് ചെയ്യാൻ എത്ര ഡേറ്റ ലൈൻസ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ log to the base 2 n ആണ് വേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which of the following statements accurately represents the two best methods of logic circuit simplification? അതിന് വേണ്ടിയിട്ടുള്ള ബൂളിയൻ ഓൾജിബ്രയും കർണ മാപ്പിംഗ് ആണ്, അല്ലെങ്കിൽ കെ മാപ്പിംഗ് ആണ്. വെയിറ്റിംഗ് ടൈം ഇൻ പ്രൊഡക്ഷൻ ഫോർ മാൻ പവർ പ്ലാനിംഗ് പർപ്പസസ് ഷുഡ് ബി അസ്യൂംഡ് ആസ്. വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് അസ്യൂംഡ് ആസ് 2 to 5%. ഇൻ ആർക്ക് വെൽഡിംഗ് ദ വോൾട്ടേജ് സപ്ലൈഡ് ഈസ്. ആർക്ക് വെൽഡിങ്ങിൽ DC സപ്ലൈ ആണ്. റോട്ടറി ഇൻഡെക്സിംഗ് ഈസ് റിക്വയർഡ് ഫോർ. റോട്ടറി ഇൻഡെക്സിംഗ് ഡ്രില്ലിംഗ്, മില്ലിംഗ്, സർഫസ് ഗ്രൈൻഡിങ്, ഇതിലൊക്കെ റോട്ടറി ഇൻഡെക്സിംഗ് വേണം. സോ ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. ഫോർ ഡ്രില്ലിംഗ് ഹോൾസ് ഇൻ ലോങ് സ്ട്രിപ്പ് യൂസ്. ലോങ് സ്ട്രിപ്പിൽ ഹോൾസ് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലേറ്റ് ജിഗ്സ് ആണ്. If a distribution is skewed to left the median the median will always be. Distribution is skewed to the left, then the median will always be എന്തായിരിക്കും? Between the mean and the mode ആയിരിക്കും. General design process of CAD does not consist of use phase. എന്താണ് does not consist of use? എന്താണ് യൂസ് ചെയ്യാത്തത്? എന്താണ് വരുന്നത്? Implementation or maintenance. ബാക്കിയുള്ള സിന്തസിസ്, പ്രസൻറ്റേഷൻ, ഒപ്റ്റിമൈസേഷൻ ഒക്കെ ഡിസൈൻ പ്രോസസ് ഒക്കെ ആഡിൽ വരും. ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ ലാമിനാർ ഫ്ലോ ഓഫ് എ റിയൽ ഫ്ലൂയിഡ് ആർ നോൺ ആസ്. മോഷൻ ഓഫ് എ ലാമിനാർ ഫ്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആൻഡ് ദാറ്റ് ഈസ് നേവിയർ ഇക്വേഷൻ ആണ്. Oil of viscosity 1.5 Pascal is and relative density 0.9 flows through a circular pipe of diameter 5. Mean velocity 1.2 ആണ്. ഷിയർ സ്ട്രെസ് ഇൻ പാസ്കൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂ 288 എന്ന് കിട്ടിയിരിക്കുന്നു. ഫോർ ഫ്ലോ അണ്ടർ എ ഷ്രൈസ് ഗേറ്റ്
where the upstream depth 1.2 meter, depth at the vena contracta 0.3 meter ആണ്, ഡിസ്ചാർജ് പെർ മീറ്റർ എന്ന് പറഞ്ഞത് 3 ആയിരിക്കും, and that will be 1.25 meter cube per second ആണ്. Identify the incorrect statement. Incorrect statement, a flow nozzle. Flow nozzle has overall losses much smaller than that in a venturimeter. അടുത്ത എ ഗ്യാസ് ആസ് എ അതിൻ്റെ ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ. എ ഗ്യാസ് ആസ് എ മോളിക്കുലർ വെയിറ്റ് ഓഫ് 44. ദ ഗ്യാസ് കോൺസ്റ്റന്റ് ആർ ഫോർ ദ ഗ്യാസ് ഇൻ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 189 ആണ്. An airplane is cruising at a speed of 800 km/h at an altitude where the air temperature 0 degrees Celsius. Flight Mach number at the speed is flight Mach number nearly എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. 0.67. The unit speed nu of a turbine of rotational speed n and head h is equal to, and that is n by root h. A fast centrifugal pump impeller will have, അതിന് ബാക്ക്വേർഡ് ഫേസിംഗ് ബ്ലേഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓപ്ഷൻ സി, ദ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഓഫ് എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഈസ് എ പ്ലോട്ട് ഓഫ്. ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഓഫ് എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഈസ് എ പ്ലോട്ട് ഓഫ് പ്രഷർ ഹെഡും സ്ട്രോക്ക് ലെങ്ത്തും തമ്മിലുള്ള ഗ്രാഫ് ആയിരിക്കും. The following parameters relate to flow in a penstock. വാട്ടർ അതിനകത്ത് 1, 2, 3, 4 എന്ന് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്നത് 4 കാര്യങ്ങളും വരും. അതായത് വാട്ടർ ലെവലും ഡെൻസിറ്റിയും ഇലാസ്റ്റിസിറ്റിയും റഫ്നെസ്സും വരും. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഈ പ്രഷർ റൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പമ്പ്സ് ഇൻ സീരീസ് ഓപ്പറേഷൻ അലോ ദ ഹെഡ് ടു ഇൻക്രീസ്, കറക്റ്റ് ആണ്. പമ്പ്സ് ഇൻ പാരലൽ ഓപ്പറേഷൻ ഇൻക്രീസ് ദ ഫ്ലോ റേറ്റ്, അത് രണ്ടും, അതായത് ഓപ്ഷൻ 1ഉം 3ഉം കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ്. Taper usually provided on quarter. Is 1 in 24. അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അയൺ എന്ന് പറഞ്ഞാൽ ഫെറോമാഗ്നറ്റിക് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ബിയറിംഗ് ലൈനർ അതിന് യൂസ് ചെയ്യുന്നത് ബാബിറ്റ് മെറ്റൽ. എയർ ഈസ് നോർമലി ഡീഹ്യൂമിഡിഫൈഡ് ബൈ കൂളിംഗ് ആണ് ആൻസർ. ഡീഹ്യൂമിഡിഫൈഡ് ബൈ കൂളിംഗ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഡ്യൂറിങ് സെൻസിബിൾ കൂളിംഗ് പ്രോസസ്. ആൻഡ് ദാറ്റ് ഈസ് അത് ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുക സെൻസിബിൾ കൂളിംഗ് പ്രോസസ്സിൽ. കപ്പാസിറ്റി ഓഫ് കംപ്രസർ വിൽ ബി ഹയസ്റ്റ് വെൻ ഇറ്റ്സ് ഇൻടേക്ക് ടെമ്പറേച്ചർ ഈസ്. കപ്പാസിറ്റി ഓഫ് കംപ്രസർ എന്ന് പറയുന്നത് ലോവസ്റ്റ് ആയിരിക്കും. that will be highest when the intake temperature lowest ആയിരിക്കുമ്പോൾ. all radiations in a black body അബ്സോർബ് ചെയ്യുവാണ് ചെയ്യുക. ബ്ലാക്ക് ബോഡി എന്ന് വെച്ചാൽ ഓൾ അബ്സോർബ് ചെയ്യുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ലീസ്റ്റ് വാല്യൂ കണ്ടക്ടിവിറ്റി ഏറ്റവും കുറവ് എയറിനായിരിക്കും. ടർബോ പ്രൊപ്പല്ലർ ഹാസ് ദ ഫോളോയിങ് അഡീഷണൽ ഫീച്ചർ ഓവർ ദ ടർബോജെറ്റ്. അതിനുള്ള അഡീഷണൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ പ്രൊപ്പല്ലറാണ് അഡീഷണൽ ആയിട്ട് വരുന്നത് ടർബോജെറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഗ്യാസ് ടർബൈൻസ് യൂസ് ഫോളോയിങ് ടൈപ്പ് ഓഫ് എയർ കംപ്രസർ. ഏതാണ് ഗ്യാസ് ടർബൈൻസ് യൂസ് ചെയ്യുന്നത്? ആക്സിയൽ ഫ്ലോ ടൈപ്പ് എയർ കംപ്രസർ ആണ് യൂസ് ചെയ്യുക. ഇൻ SHM the acceleration is proportional to SHMൽ acceleration is proportional to displacement. Number of dead centers in a crank driven slider crank mechanism. അതിലുള്ള number of dead centers എത്രയാണ്? And that is 2. Resistance to fatigue of a material is measured by endurance limit ആണ്. Dash valve diverted flow of milk if does not achieve preset cut-in pasteurization temperature in the holding tube. അതിൻ്റെ ആൻസർ വരുന്നത് ഫ്ലോ ഡൈവേർഷൻ വാൽവ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ നേരത്തെ നമ്മൾ നോട്ട്സ് തന്നിരുന്നു. ഫുൾ ഫോം ഓഫ് PTFE ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? പോളി ടെട്രാ ഫ്ലൂറോ എഥിലീൻ ആണ്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ആൻഡ് ദെൻ അപ്രോക്സിമേറ്റ് ഡയമീറ്റർ ഓഫ് മാൻഹോൾ ഇൻ എ സിലോ.
approximate diameter of manhole in a silo, and that is cleaning in place. അങ്ങനെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ അത്ര ക്ലിയർ അല്ല, എന്നാലും അതിൻ്റെ ആൻസർ ഇപ്പോൾ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് ഡയമീറ്റർ ഓഫ് മാൻഹോൾ ഇൻ എ സിലോ ഈസ് ക്ലീനിങ് ഇൻ പ്ലേസ്. ഓക്കെ, പ്ലേറ്റ് ആൻഡ് ഫ്രെയിം ഫിൽറ്റർ പ്രസീസേവ്. പ്ലേറ്റ് ആൻഡ് ഫ്രെയിം ഫിൽറ്റർ പ്രസീസേവ് ബാച്ച് പ്രോസസ്സും ആണ്. കനോട്ട് ബി യൂസ്ഡ് ബൈ ഹൈ ത്രൂപുട്ട് ഈസ് റിക്വയർഡ്. സോ ബോത്ത് എ ആൻഡ് സി ആണ് ആൻസർ വരുന്നത്. 84ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സാനിറ്ററി പൈപ്സ് ഇൻ വിച്ച് മിൽക്ക് കംസ് ഇൻ ടു ഡയറക്റ്റ് കോണ്ടാക്ട് ആർ മെയ്ഡ് അപ്പ് ഓഫ്. ഏതിലാണ്, ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. ക്രോമിയം നിക്കൽ റേഷ്യോ ഓഫ് 18:8 ഈസ് പ്രസന്റ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ? ഏതിലാണ് ആ ഒരു റേഷ്യോ ഉണ്ടായിരിക്കുക? SS304 ആണ്. മാക്സിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് EPDM റബ്ബർ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഈസ്, അതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് 165 ഡിഗ്രി സെൽഷ്യസ്. Effectiveness of cleaning is affected by. Effectiveness of cleaning is affected by contact time of cleaning, temperature of cleaning solution, concentration of cleaning solution. ഇതെല്ലാം വരും all of the above. Milk can be stored in milk storage tank for maximum dash hours. Milk can be stored in milk storage tank for ഏതാണ് വരിക? 72 hours. ഡാഷ് ക്യാൻ വാഷ് ഹാസ് ഹയർ വാഷിംഗ് കപ്പാസിറ്റി ഓഫ് 12 cans per minute. ഏത് ടൈപ്പ് വാഷറിനാണ് അത്രയും ക്യാൻസ്, 12 cans ഒരു മിനിറ്റിൽ വാഷ് ചെയ്യാൻ പറ്റുന്നത്? സ്ട്രെയിറ്റ് ത്രൂ ക്യാൻ വാഷേഴ്സിനാണ്. 3 processes, that is separation, standardization and clarification, were done in a single unit. സിംഗിൾ യൂണിറ്റിൽ അതെല്ലാം നടത്തി കഴിഞ്ഞാൽ അതിന് പറഞ്ഞ ട്രൈ പ്രോസസ്സ്. For milk treatment, the time temperature combination used 71.5 degrees Celsius for 16 seconds is called, and that is called STST pasteurization എന്ന് പറയും. ഈ ഒരു ടെമ്പറേച്ചർ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത് 71.5 degree for 16 seconds. At the heating process of milk at 105 to 120 degrees Celsius with effective processing time of 10 to 30 minutes is called, അതിന് പറയുന്നത് sterilization ആണ്. For fabrication of plates of plate heat exchanger, CIP tank, evaporator tube which need higher corrosion resistance dash metal is used. ഏതാണ് യൂസ് ചെയ്യുന്നത്? AISI ആണ്. 316 ആണ്. Milk storage tank has at least dark slope towards outlet for dispensing of milk, and that is 1:12.5 ആണ്. Unit operation like crystallization, leaching, gravity, sedimentation, filtration are dart separation processes. ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ലിക്വിഡ് സോളിഡ് പ്രോസസ്സസ് ആണ്. The process separation of microorganism from milk by using centrifugal force. അതിനെന്താണ് പറയാം? അതിനാണ് ബാക്ടോഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. Process of dividing fat globules into smaller ones with diameters down to less than 1 micrometer depending on the operating pressure, and that is called homogenization. ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ സ്മോളർ വൺസ് ആക്കി മാറ്റുന്നതിനാണ് ഹോമോജനൈസേഷൻ എന്ന് പറയുന്നത്. The storage tanks are usually over capacity than the nominal capacity of the tank by എത്രമാത്രം ഓവർ കപ്പാസിറ്റിയിലാണ് ചെയ്യുന്നത്? By 15% ആണ്. 15%. The tanks that do not need insulation വേണ്ടാത്ത ടാങ്കുകളാണ് CIP ടാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തെറ്റാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആൻസർക്ക് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുക. പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് 5 ദിവസമാണ് സമയമുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്സ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു റേഞ്ച് ഓഫ് മാർക്സ് അറിയാൻ സാധിക്കും. താങ്ക് യു വൺസ് അഗെയിൻ.